കോഴിക്കോട് വി.ഡി. സതീശന്റെ ഫ്ലക്സിൽ കരിയോയിൽ ഒഴിച്ചു. മതേതര കേരളത്തിന്റെ കാവലാൾ എന്നെഴുതിയ DCC ഓഫീസിന് സമീപം സ്ഥാപിച്ച ഫ്ലക്സിലാണ് കരിയോയിൽ ഒഴിച്ചത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, പലതരത്തിലുള്ള ഫ്ലക്സ് യുദ്ധം നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് പാലഭിഷേകമെങ്കിൽ മറ്റൊരിടത്ത് കരിയോയിൽ. ഇപ്പോൾ എപ്പോഴാണ് ഈ പറഞ്ഞ സ്ഥലത്ത് വി.ഡി. സതീശന്റെ ഫ്ലക്സിൽ കരിയോയിൽ ഒഴിച്ചത്? ദിവ്യ, ഇന്ന് രാവിലെയാണ് വി.ഡി. സതീശന്റെ ഫ്ലെക്സിൽ ഓയിൽ ഒഴിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് കോഴിക്കോട് DCC ഓഫീസിന് തൊട്ടടുത്ത് തന്നെയുള്ള IHRD ജംഗ്ഷന് സമീപത്ത് സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് ആണ്. പട നയിച്ച് UDF-ന് വൻ വിജയം സമ്മാനിച്ച മതേതര കേരളത്തിന്റെ കാവലാൾ വി.ഡി. സതീശൻ കേരളത്തെ നയിക്കട്ടെ, വി.ഡി. സതീശൻ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജയ് കോൺഗ്രസ് എന്നാണ് ഇതിൽ ഈ ഫ്ലെക്സിലുള്ളത്. ആരാണിത് വെച്ചതെന്ന കാര്യത്തിലൊന്നും തന്നെ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി ഈ നേതാക്കളെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലെക്സുകൾ വെക്കുന്നു, അതോടൊപ്പം തന്നെ നേതാക്കളെ അനുകൂലിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടത്തുന്നു. ഈ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ വി.ഡി. സതീശൻ അനുകൂലിച്ചുകൊണ്ടാണ് ഫ്ലെക്സ് ബോർഡുകളും അതോടൊപ്പം തന്നെ പ്രകടനങ്ങളൊക്കെ തന്നെ നടന്നത്. മറ്റു നേതാക്കളെ ഒന്നും തന്നെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനമോ ഫ്ലെക്സ് ബോർഡോ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് രാവിലെയാണ് വി.ഡി. സതീശന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് സ്ഥാപിച്ച ഫ്ലെക്സിന് മുകളിൽ കരിയോയിൽ ഒഴിച്ചത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് കോഴിക്കോട് DC ഓഫീസിന് തൊട്ടടുത്ത് തന്നെയുള്ള IHRD ജംഗ്ഷന് സമീപമാണ് ഈ ഫ്ലെക്സ് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, നേതാക്കൾ തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് അങ്ങനെ വലിയ രീതിയിലുള്ള നേതാക്കളെ അനുകൂലിക്കുന്ന തരത്തിലും അതോടൊപ്പം തന്നെ ഈ ചില നേതാക്കളെ വിമർശിക്കുന്ന തരത്തിലൊക്കെ തന്നെ സംസ്ഥാനത്തൊട്ടാകെ ഫ്ലെക്സ് ബോർഡുകളും പ്രകടനങ്ങളും ഒക്കെ തന്നെ നടക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് കോഴിക്കോട് DCC ഓഫീസിന് സമീപത്ത് ഇന്നലെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലെക്സ് ബോർഡിലാണ് ഇന്ന് രാവിലെ കരിയോയിൽ ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. മുഖം വികൃതമാക്കുന്ന തരത്തിൽ ആ ഫ്ലെക്സ് ബോർഡിൽ ആകമാനം കരിയോയിൽ പുരണ്ടിട്ടുണ്ട്. തൊട്ടടുത്തൊക്കെ തന്നെ കരിയോയിലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒഴിച്ചതാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏതായാലും കോഴിക്കോട് DCC ഓഫീസിന് സമീപത്തുള്ള വി.ഡി. സതീശന് അനുകൂലിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുള്ള ഒരു ഫ്ലെക്സി ബോർഡിലാണ് ഇന്ന് രാവിലെ കരിയോയിൽ വെച്ചത്. ദിവ്യ, കോഴിക്കോട് DCC ഓഫീസിന് സമീപം വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ഫ്ലക്സിലാണ് ഇപ്പോൾ കരിയോയിൽ ഒഴിച്ച നിലയിൽ